ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോയിലായിട്ട് നമ്മൾ ഈ സീസണിൽ നിറയെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 4th പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അതിനുശേഷം ഈ വീഡിയോ കാണാം. കൂടാതെ നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവാച്ചാൽ ലൈക്കും കൂടെ തരണേ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ ഗ്രീൻ ഗ്രോ എന്ന് പറയുന്ന ഒരു NPK വളമാണ്. 30-10-10 എന്നുള്ള റേഷ്യോയിലുള്ളത് കേട്ടോ. അതായത് 30% നൈട്രജനും 10% ഫോസ്ഫറസും 10% പൊട്ടാസ്യമാണ് വരുന്നത്. ഇത് 1 ലിറ്ററിലേക്ക് 5 ഗ്രാം എന്ന തോതിലാണ് കൊടുക്കേണ്ടത്. 5 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. സീഡ്ലിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 5 ദിവസത്തിലൊരിക്കൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഇത് പ്ലാന്റുകളുടെ വളർച്ചയ്ക്കും റൂട്ടുകളുടെ ആരോഗ്യത്തിനും പ്ലാന്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഇവിടെ ഞാൻ 1 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 5 ഗ്രാമിനേക്കാളും കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പക്ഷെ കൂടി പോകരുത് കേട്ടോ. മഴയില്ലാത്ത സമയത്താണ് നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് പ്ലാന്റ് ഒന്ന് നനയ്ക്കുന്നത് നല്ലതാണ്. മഴയുള്ള സമയത്താണെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഫെർട്ടിലൈസർ നമ്മൾ എപ്പോൾ കൊടുക്കുമ്പോഴും രാവിലെ 8 മണിക്ക് മുന്നേ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് ടൈം വൈകുന്നേരമാണ്. നല്ല വെയിലുള്ള ഉച്ച സമയത്തൊന്നും ഒരിക്കലും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കരുത്. കാരണം അതുകൊണ്ട് അവർക്കൊരു ഉപകാരം ഉണ്ടാവില്ല. പിന്നെ ഞാൻ രാവിലെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതെങ്കിൽ ലീഫും റൂട്ടൊക്കെ ഒരേപോലെ നനയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഫെർട്ടിലൈസർ കൊടുക്കും. പക്ഷേ വൈകിട്ടാണെങ്കിൽ റൂട്ടിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം ഫെലനോപ്സിസ് പോലുള്ള പ്ലാന്റുകൾ, അതായത് ഫെലനോപ്സിസൊക്കെ ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂമ്പിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചീയാനൊക്കെ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് എനിക്ക് സമയം കിട്ടുന്നതെങ്കിൽ ഞാൻ റൂട്ടിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കൂടാതെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.